എനിക്ക് വേറൊരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് ഈ ഈ പാടുമ്പോ നമ്മളെ ശരസാറൊക്കെ പറയുന്ന പോലെ സംഗതി പോരാ, ശ്രുതി പോരാ, ലയം പോരാ എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങള് സംഗീതത്തിൽ ചേർന്നാൽ മാത്രമാണല്ലോ ഒരു പാട്ടാവുന്നത്. പക്ഷെ നിങ്ങൾക്ക് ലയം വേണ്ട, നിങ്ങൾക്ക് ശ്രുതിയും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾക്ക് മനസ്സിൽ പാടാൻ ആഗ്രഹമുണ്ടോ, എന്നാ ഞാൻ നിങ്ങളൊരു ഗായകനാക്കാം എന്ന് പറയുന്ന ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് നിഖിൽ പ്രഭ. ഇപ്പോ നിഖിൽ പ്രഭയുടെ തന്നെ ഒരു വേറെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി കൂടെ പോകുന്നവരൊക്കെ പിടിച്ച് പാടിപ്പിക്കുന്ന ഒരു 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 എന്താ പറയാ സ്വഭാവം, അങ്ങനെ ഒരുപാട് പേരെ പാടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒട്ടും പാടാൻ ആഗ്രഹമുണ്ട് എന്നല്ല അത് ശ്രുതി ഒന്നും ചേരാത്ത ഒരാളെ കൊണ്ട് ഇങ്ങനെ പാട്ട് പാടിപ്പിക്കാനുള്ള ഒരു വിദ്യ എങ്ങനെയാണ് കൈവശം വന്നത്? അത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഞാൻ ആ സമയത്ത് നമ്മൾ മ്യൂസിക് ചെയ്യുന്ന നമ്മൾ ഈ ലെജൻസ് എന്ന് വിളിക്കുന്നതും അല്ലാതുമായിട്ടുള്ള പല വലിയ വലിയ പ്രതിഫലം വാങ്ങുന്ന ഞാൻ എൻ്റെ പാട്ടുകൾ ഞാൻ തന്നെയാണ് മിക്സൊക്കെ ചെയ്യാറ്, പ്രോഗ്രാമിങ് മിക്സൊക്കെ. അപ്പോൾ ഈ വലിയ ശമ്പളം വാങ്ങുന്ന ഗായകരെയൊക്കെ ഒറിജിനൽ ശബ്ദം, അവരുടെ ടെക്നിക്കൽ പെർഫെക്ഷൻ കുറവും പരിഹരിക്കുന്നത് നമ്മളായിരിക്കും. അതായത് ഈ പറഞ്ഞ പോലെ 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെയൊക്കെ ശമ്പളം വാങ്ങുന്ന പാട്ടുകാർ പാടി വെച്ചിട്ടുള്ള സംഭവം വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യം. പക്ഷെ പ്രൊഡ്യൂസർക്ക് വേണ്ടിയും കച്ചവടത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആ ഗായകനെ തന്നെ ഫിക്സ് ചെയ്യേണ്ടി വരും. അപ്പം ആ സമയത്ത് അവരുടെ ശ്രുതി പ്രശ്നങ്ങൾ, താള പ്രശ്നങ്ങളെല്ലാം നമ്മൾ പരിഹരിക്കുന്നത് ജനങ്ങൾ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ നേടുന്ന ഖ്യാതിയും പേരും പണവും സത്യത്തിൽ അവർക്ക് അർഹതപ്പെട്ടതാണോ എന്നുള്ള സംശയങ്ങൾ ഇന്ന് എനിക്ക് അന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ അതൊന്നും ചോദിച്ചിരുന്നില്ല. ഇതേപോലെ തന്നെ ഈ സമൂഹത്തിലെ താഴേക്കടയിൽ നിൽക്കുന്ന സിനിമ എന്തോ ഒരു വലിയ സംഭവമാണെന്നും അവർക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട അധകൃതരായിട്ടുള്ള മനുഷ്യരാണെന്നുള്ള ജാതീയ വിവേചനമൊക്കെ ഇവിടെ ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വലിയ കാറിലും പത്രാസിലും വരുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ ഈ പണ്ട് പല്ലക്കിൽ രാജാവ് വരുമ്പോൾ നോക്കണ പോലെ നോക്കേണ്ടി വരുന്നത്. പക്ഷെ ഇതെല്ലാം അവർക്ക് പലതും അനർഹര തന്നെയാണ് അവർ ഈ കൊട്ടി ആഘോഷിക്കപ്പെടുന്നതെന്നും മാത്രമല്ല ഈ കല എന്ന് പറഞ്ഞാൽ ദൈവികതയൊന്നും അല്ല എന്നും എല്ലാ മനുഷ്യനും ഇതൊരു ചെറിയൊരു വ്യത്യാസത്തിൽ മാത്രം ഉണ്ടാക്കാവുന്നതാണെന്ന് തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പഠിക്കാൻ ചെയ്തത്. പക്ഷെ ഇപ്പോൾ നോക്കൂ, ഒരു വഴിയിൽ പാടുന്ന യാചകന്റെ ശബ്ദം വരെ ബീറ്റ് ഇട്ടിട്ട് ഇറക്കുന്നു. അതുപോലെ മദ്യപിച്ചിട്ട് മറ്റേ കോവിഡിനിടയിൽ അത് പോരെ അളിയാന്നൊക്കെ പറയുന്ന സാധനം പാട്ടാക്കുന്ന കാലഘട്ടത്തിലേക്ക് ബാബുസ്വാമി പാട്ടായി. അപ്പൊ മനുഷ്യനെ എന്റർടൈൻ ചെയ്യാന്ന് പറയുന്നത് മാത്രമാണ് വാല്യൂ എന്നും മറ്റുള്ളവനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ടൂള് മാത്രമാണ് കലാകാരനെന്നും അല്ലാതെ അതിൽ പരം വലിയ ഒരു അഡ്വാൻറ്റേജ് ഒന്നും അയാൾക്കില്ല എന്നുള്ള തിരിച്ചറിവും തിരിച്ച് ഇത് ഇത്രയൊക്കെ ഉള്ളൂ എങ്കിലും ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കും എന്ന് മനസ്സിലാക്കുന്ന പ്രേക്ഷകനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാക്കലും കൂടി ഇതിന്റെ ഒരു ഭാഗമാണ്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇപ്പൊ ലെജൻഡായിട്ട് ഇപ്പൊ നിൽക്കുന്ന ആളുകൾ, നമ്മളിപ്പോ ദാസേട്ടനെ പോലെയുള്ളവരും ജയേട്ടനെ പോലെയുള്ളവരും ജയചന്ദ്രൻ പോലെയുള്ള ആളുകളൊക്കെ, MG അണ്ണൻ, അവരൊക്കെ ഇപ്പോ എന്താണ് ടെക്നിക്കൽ കൊണ്ട് പ്രശസ്തിയായവരാണെന്നാണോ നിഖിൽ പ്രഭു? ഒരിക്കലല്ല. ഞാൻ ദാസേട്ടനെ ഒന്നും അതിൽ ചിന്തിക്കാൻ കഴിയില്ല. കാരണം ദാസേട്ടനൊക്കെ നല്ല 2012 ഞാൻ പാടിക്കുമ്പോൾ അദ്ദേഹത്തിന് അന്നും നല്ല പ്രായമുള്ള ഒരു ഗായകനാണ്. അന്ന് അദ്ദേഹത്തിന്റെ പെർഫെക്ഷനൊക്കെ മറ്റൊരു പുതിയ സിംഗർക്കും അന്നില്ല. അത് നമ്മൾ ഒരിക്കലും പഴയ കാലം വെള്ളപ്പൊക്കം എന്ന് പറയുന്ന സമ്പ്രദായത്തിലല്ല ഞാൻ പറയുന്നത്. അവരെയൊക്കെ നമ്മൾ മാറിയത്. എങ്കിലും കുറെ പേര് ഈ ടെക്നിക്കൽ വശം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. പിന്നെ പഴയ കാലത്തെ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. പിന്നെ പഴയ കാലത്ത് കുറെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അത് അന്നത്തെ കാലത്ത് കുറെ നമ്മൾ പറയും, അയ്യോ അന്ന് എത്ര ടേക്ക് പാടണം, അങ്ങനെയൊന്നുമില്ല. അന്ന് ചില കാര്യങ്ങൾ ഇന്നത്തേക്കാൾ എളുപ്പമാണ്. അതായത് ഈ 70s പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തേക്കാൾ എളുപ്പമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പറയാം, അയ്യോ അന്ന് അങ്ങനെയാണ്, അന്ന് ഒരു ചെറിയ തെറ്റ് കഴിഞ്ഞാൽ ഇന്നിപ്പോ കട്ട് ചെയ്തെടുത്തൂടെ എന്നൊക്കെ പറയും. ഈ കട്ട് ചെയ്തെടുക്കാൻ പഴയ സിംഗേഴ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങള് എന്താണ് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഒരു ടൈക്കില് അത് മുഴുവൻ പാടുന്നത് എന്നൊക്കെയാണ്. അതെ, അപ്പൊ അത് അന്ന് ഈസിയാണ് എന്നാണോ? അല്ല, പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന ബുദ്ധിമുട്ടൊന്നും. ഇപ്പൊ ചരണം വേറെ ദിവസം പാടാം, അല്ലെങ്കിൽ ഇത് മറ്റേത് അങ്ങനെ പറ്റില്ല. ഒരു പല്ലവിയും അനുപല്ലവിയും ചരണം ഒറ്റടിക്ക് പാടി അവസാനിപ്പിക്കണം എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെ അല്ല എന്നാണ് അവര് പറയുന്നത്. അപ്പൊ അതാണ് കൂടുതൽ പ്രയാസം എന്നാണ്. അപ്പൊ അങ്ങനെ അല്ല എന്നാണോ പറയുന്നത്? അല്ല, അത് ഞാൻ അല്ല എന്നാണോ? അല്ല, അപ്പൊ ഇന്നിപ്പോ പറയാം, നമ്മള് ഓട്ടോ ട്യൂണിനെ പറ്റിയിട്ടും മെലഡൈനെ പറ്റിയിട്ടൊക്കെ അതുപോലെ സോഫ്റ്റ്വെയറുകളൊക്കെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ 100%
സിന്തസൈസർ അല്ലെങ്കിൽ 100% ശ്രുതി ശുദ്ധമായ ഇൻസ്ട്രുമെന്റുകളുടെ ഇടയിലാണ് നമ്മൾ പാടുന്നത്. അപ്പൊ എത്ര വലിയ ഗായകനായാലും 100% കമ്പ്യൂട്ടർ ആക്യുറസിയിൽ പാടാൻ കഴിയില്ല. അപ്പൊ അത് നമ്മൾ തീർച്ചയായിട്ടും ഏത് വലിയ സിംഗറായാലും ചെറിയ സിംഗറായാലും ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും. പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറയുന്ന മാനുവൽ ഇൻസ്ട്രുമെന്റുകളുടെ ഇടയിൽ പാടുമ്പോൾ തമ്മിൽ എളുപ്പമാണ് ശ്രുതി ചേർത്ത് പാടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതെ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, നമ്മളൊരു തബല ട്യൂൺ ചെയ്യുന്നു. ഈ തബല എന്ന് പറയുന്ന ട്യൂണർ വെച്ചിട്ട് നമ്മൾ ഈ ആളുടെ മനസ്സിൽ ഏറെക്കുറെ ഇത് ട്യൂണാണ് അന്ന് എന്നുള്ളൊരു ധാരണയില ഗിറ്റാർ ട്യൂൺ ചെയ്യണു. അയാൾ 100% ട്യൂൺ ചെയ്തു എന്ന് അയാൾ കരുതുമ്പോഴും അതിൽ ഒരു 0.1% എങ്കിലും അല്ലെങ്കിൽ 1% ആക്യുറസി കുറവുണ്ടായിരിക്കും. ഇങ്ങനെ 100 ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ 100 ആക്യുറസി കുറവുകളുടെ ഇടയിലാണ് ഏറെക്കുറെ ശ്രുതി ചേർത്ത് പാടി കഴിഞ്ഞാൽ നമുക്ക് ശ്രുതിയാണെന്ന് തോന്നും. ഇത് ഞാനൊരു ടെക്നിക്കാലിറ്റിയാണ് പറയണത്. അതുപോലെ പല പല കാര്യങ്ങളുണ്ട്. അതുപോലെ അന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് അനലോഗ് ടാപ്പിലാണ് റെക്കോർഡ് ചെയ്തിരുന്നത്. അതിലുള്ള പല ഈ പറഞ്ഞ പോലെ ടാപ്പിന്റെ സ്പീഡ് വേരിയേഷൻസും ഞെളുക്കങ്ങളും പല പ്രശ്നങ്ങളൊക്കെ നമുക്ക് അത്തരം പ്രശ്നങ്ങളെ മറികടക്കാൻ ഉപകരിച്ചിരുന്നു. എന്ന് വെച്ചിട്ട് ഇന്നത്തെക്കാൾ അന്ന് മോശം അങ്ങനെയല്ല. അന്നും ഇന്നും നല്ല കഴിവുള്ളവരുണ്ട്, കഴിവ് ഇല്ലാത്തവരുണ്ട്. അതെ, അല്ല ഞാൻ അപ്പോഴും ഈ പറഞ്ഞ ഇതിന് എനിക്കൊരു ഉത്തരം കിട്ടിയില്ല. അതായത് ഈ പാടാൻ അറിയാത്തവരെ കൊണ്ട് പാടിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇപ്പോഴും ഒരു ഹോബി ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ? അതെ, അത് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് അവർ ഒരു സന്തോഷം. അവരൊരിക്കലും അവർക്കൊരു അയ്യപ്പ ഭക്തികാലം തന്നെ ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ അതിൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് നമുക്ക് ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ കഴിയും. പക്ഷെ സാധിക്കാത്ത കുറെ ആഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കുക, ഒരു പാട്ട് പാടുക എന്നൊക്കെ പറയുന്നത് അതൊരു ആഗ്രഹമായിട്ട് മാത്രം നിലക്കും. നമുക്കൊരു ലോട്ടറി അടിക്കാൻ പോലും ലോട്ടറി എടുക്കുന്നവർക്ക് സാധ്യത ഉണ്ട്, പക്ഷെ പാട്ട് പാടാൻ പറ്റും. അപ്പൊ അത് പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അവരെക്കാൾ കൂടുതൽ എനിക്ക് കിട്ടാറുണ്ട്. അപ്പൊ അത് നമ്മൾ ഇരുന്നുണ്ടാക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് അനുഭവിക്കാൻ കഴിയാറുണ്ട്. സംതൃപ്തി നൽകുന്ന സംഭവം. ഇപ്പൊ നമ്മുടെ ഒരു ടെക്നിക്കൽ സൈഡ് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുകൊണ്ട്. ഇപ്പൊ AI ടൂളൊക്കെ വന്നു. അപ്പോൾ ആ ഒരു ശുദ്ധമായ സംഗീതം ഈ AI ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? ഈ ചാറ്റ് GPT പോലെയുള്ള കാര്യങ്ങളിൽ സംഗീതത്തിന്റെ മേഖലകളിലൊക്കെ ശരിക്കും ഒരു എന്താ പറയുക വിപ്ലവം സൃഷ്ടിക്കുന്നുണ്ടോ? യഥാർത്ഥ ടാലന്റ് തിരിച്ചറിയാതെ പോകുന്നുണ്ടോ എന്നുള്ള കുറേ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താണ് തോന്നിയിട്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ശുദ്ധ സംഗീതം അശുദ്ധ സംഗീതം ഒന്നുമില്ല. 2 തരത്തിലെ സംഗീതമുള്ളൂ. ഒന്ന് ആസ്വദിക്കാൻ കഴിയുന്നതും ഒന്ന് ആസ്വദിക്കാൻ കഴിയാത്തതും. അതും കാലഘട്ടങ്ങളിൽ മാറ്റം വരുന്ന ആസ്വാദന രീതികളുണ്ട്. ഉദാഹരണത്തിന് പറയാം, ചില പഴയ പാട്ടുകൾ ഇന്ന് റിമിക്സ് ചെയ്ത് വരുന്നുണ്ട്. ആ പാട്ടുകൾ പണ്ട് നമ്മൾ ആസ്വദിച്ചിട്ടില്ല, ആഘോഷിച്ചിട്ടില്ല. ആ പാട്ടുകൾ ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് അത് പല ഔസേപ്പച്ചൻ സാറിന്റെ അവരൊക്കെ ലെജൻസ് ആണെങ്കിലും അവരുടെ കാര്യമായി ആഘോഷിക്കപ്പെടാതെ മാറ്റി നിർത്തപ്പെട്ട പാട്ടുകൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ അത് കാലത്തിന് മുന്നേ സഞ്ചരിച്ചു പോയി എന്നുള്ള തെറ്റുകളേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പല പാട്ടുകളും അങ്ങനെ തന്നെ. അപ്പൊ ആസ്വദിക്കാൻ പറ്റുന്നത് പറ്റാത്തത് എന്നുള്ള വേർതിരിവുകൾ പോലും കാലഘട്ടം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാലത്തിന് അനുസരിച്ച് ഇതിലൊക്കെ ആസ്വാദന രീതികൾ മാറ്റം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ശുദ്ധം അശുദ്ധം എന്നില്ല. പക്ഷെ ഈ AI എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ട് അത് കാലത്തിനനുസരിച്ച് വരുന്ന രീതികൾ, അതായത് വളരെ സ്പീഡി ആയിട്ടുള്ള വളരെ വേഗത്തിൽ വേണം എന്ന് പറയുന്ന ഒരു കാലം ആവശ്യപ്പെടുന്ന ഒരു സാങ്കേതിക മുന്നേറ്റമാണ് അതൊക്കെ. അതിന് ആത്മീയത ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളൊരു കാര്യം വെച്ചിട്ട് പിന്നെ ഈ മടിയന്മാരുടെ ഒരു ടൂള് മാത്രമാണ് AI ഒക്കെ. അത് അറിഞ്ഞിരിക്കുന്നത് കാലത്തിനനുസരിച്ച് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനടക്കമുള്ള എല്ലാവരും പുതിയ AI സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തുകയും അതിന് പിന്നാലെ പോയേ നിവൃത്തിയുള്ളൂ. നമുക്കല്ലാതെ ഇപ്പൊ പറഞ്ഞ പോലെ 6 വരി പാത വരുമ്പോൾ അതിലൂടെ സഞ്ചരിച്ചേ പറ്റൂ. കൂടുതൽ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു നല്ല കല സൃഷ്ടി ജനിക്കണമെങ്കിൽ സമയം എടുക്കുള്ളൂ. അപ്പൊ ആ സമയം എടുക്കാനുള്ള ക്ഷമ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടുതൽ സമീപിക്കുന്നത്. അപ്പൊ ആ സമീപനം കൊണ്ട് തന്നെ അങ്ങനെ വരുന്ന സൃഷ്ടികൾക്ക് ആയുസ് ഇല്ലാതെ വരുന്നു എന്നുള്ളതുള്ള ഒരു തോന്നലുണ്ടോ? ആയുസ് ഇല്ലാത്തത് സൃഷ്ടിയുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ല, സൃഷ്ടിയുടെ അൽഗോരിത പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇന്ന് ഒരുപാട്
പാട്ടുകൾ കേൾക്കാൻ നിർബന്ധിതരാവുന്നുണ്ട് നമ്മൾ. പണ്ട് അത്രയും പാട്ടുകൾ നമ്മളിലേക്ക് എത്താത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പാട്ടുകൾ കുറെ ഇപ്പൊ ഇന്ന് നമ്മൾ മലയാള പാട്ട് മാത്രമല്ല മറ്റന്യ രാഷ്ട്രീയ ഭാഷകൾ കേൾക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള കൊറിയൻ പാട്ടുകൾ പോലും ഇന്ന് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ ഒരു മനുഷ്യന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം വളരെ കുറച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷിയെ മനുഷ്യനുള്ളൂ. അതിൽ കൂടുതൽ കണ്ടന്റുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയമില്ലാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ആയുസില്ലാതെ പോകുന്നത്. അല്ല, പാട്ടുകൾ മോശം പാട്ടുകളായിട്ടില്ല, നല്ല പാട്ടുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അപ്പൊ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല, നമുക്ക് ഇതുണ്ട്. പക്ഷെ AI വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കാര്യം സാധിക്കുന്ന ഒരു തലമുറയെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് AI. പക്ഷെ അതെല്ലാം ഇപ്പോൾ പെയ്ഡ് AI ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാശ് കൊടുത്താലാണ് ഇപ്പം പല AI ടൂളുകൾ എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് അവരെ അതിൽ അടിമപ്പെടുത്തിയതിന് ശേഷം, പണ്ട് സിഗരറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് സിഗരറ്റ് കൊടുത്തിട്ട് അടിമപ്പെടുത്തിയിട്ട് സിഗരറ്റിന് പൈസ കൂട്ടുമ്പോൾ അതിൽ വരുന്ന കാര്യം പോലെ AIയും അതുപോലെ മാത്രമാണ്. പക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പോലെ തന്നെ നല്ലതിന് സമയമെടുക്കും. അത് പറഞ്ഞ പോലെ 9 മാസം ദിവസങ്ങളെടുത്ത് തന്നെ പ്രസവിക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് പ്രസവിക്കുന്ന കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഒരിക്കലും ഏത് AI വന്നാലും എത്ര പെർഫെക്ഷൻ വന്നാലും ഒറിജിനലിന് തുല്യം ഒറിജിനൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ AR റഹ്മാൻ സാറിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എത്ര പെർഫോം ചെയ്താലും അദ്ദേഹത്തിന്റെ ഷാഡോ ആയിട്ട് നിൽക്കാനേ എനിക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഞാനൊരു ആസ് എ കമ്പോസർ എന്നുള്ള നിലയിലും ഒരു മറ്റ് സൃഷ്ടികളിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഞാൻ കൂടുതൽ റഹ്മാൻ സാർ മറ്റു മേഖലകളിൽ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, കൂടുതൽ ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചോദിക്കുന്ന മറ്റൊരു കാര്യം, ഒരു സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നു, ഏതാണ് വരാനിരിക്കുന്ന പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? 2-3 ചെറിയ സിനിമകൾ, വളരെ ചെറിയ കൂട്ടുകാരുടെ കെയർ ഓഫിൽ ചെയ്തിട്ടുള്ള കുറച്ച് സിനിമകൾ വരാണ്ട്. ടോണി സേവ്യർ എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് ഷേട്ടൻ നായകനായിട്ടുള്ള, നമ്മുടെ പഴയ നൂലുണ്ട എന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ട്, അതേ നായകനായിട്ടുള്ള ടോണി സേവ്യറാണ് റിലീസ് ആവാനിരിക്കുന്ന പുതിയ സിനിമ. സർവ്വമായയിലൊക്കെ അദ്ദേഹം ഒരു നല്ല വേഷം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ അങ്ങനെ കുറെ ചെറിയ സിനിമകളുണ്ട്, ഡോക്യുമെന്ററികളുണ്ട്, വലിയ പ്രൊജക്ടുകളുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ പ്രഭാസ് അടക്കമുള്ള തെന്നിന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുടെ സിനിമയിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലൊക്കെ പാടി വലിയൊരു സന്തോഷമാണ് അത്. അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നേരം നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്തത്, ഇത്രയും വളരെ തുറന്ന് കാര്യങ്ങളൊക്കെ പങ്കുവെച്ചതിനും. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രേക്ഷകരോട് അങ്ങേക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ഒരു ആർട്ടിഫിഷ്യൽ കാലത്ത് ഇൻ്റലിജൻ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് മനുഷ്യന് പെരുമാറാൻ കഴിയട്ടെ. വളരെ ജാതിക്കും മതത്തിനും സാമൂഹിക മറ്റ് കെട്ടുപാടുകൾക്കും ഓപ്പോസിറ്റായിട്ട് സഞ്ചരിച്ച് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. കൂടുതൽ ലോകം ഒന്നായി മാറുന്ന സാഹചര്യത്തിൽ ഇത്തരം ഡീവിയേഷൻസ് ഒന്നും ഇല്ലാതെ മനുഷ്യന് പെരുമാറാൻ കഴിയട്ടെ. നല്ല ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും ഒന്നിക്കാൻ കഴിയട്ടെ.